ഹിജറ വർഷപ്രകാരം വർഷാരംഭത്തിലെ മാസമാണ് മുഹറം മാസം. ആ മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ന്യൂ ഇയർ, വർഷത്തിൻ്റെ തുടക്കം, പുതുവത്സരാരംഭം എന്നൊക്കെ നമുക്ക് മുഹറം 1 സൂചിപ്പിക്കാം. ഇസ്ലാമിക് കലണ്ടർ പ്രകാരം അല്ലെങ്കിൽ ഹിജറി കലണ്ടർ പ്രകാരം ആദ്യത്തെ മാസം എന്താണ്? ഹിജറി കലണ്ടർ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? പലപ്പോഴായിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കാം, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹിജറ വർഷം എന്നാണ് അറബി മാസത്തിന് അറിയാം. 1447 ആണ് ഈ ഹിജറ വർഷം. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം 2025 നമുക്കറിയാം, ഇംഗ്ലീഷ് മാസം. ഹിജറ വർഷം എന്ന് പറയാൻ കാരണം എന്താണ്? 1447 എന്നുള്ള കാലഗണന ഏതു മുതലാണ്? നമുക്കറിയാം, 2025 എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനം മുതൽ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം മുതൽ 2025 കൊല്ലമായി എന്നാണ് നമ്മൾ വിവക്ഷിക്കപ്പെടുന്നത് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം. എന്നാൽ 1447 ഹിജറ വർഷം എന്ന് പറയുമ്പം ഹിജറ നടന്നിട്ട് 1447 വർഷമായി എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഹിജറക്ക് ഇത്ര കണ്ട് പ്രാധാന്യമുണ്ടോ? ഉണ്ട്. ഹിജറ കലണ്ടർ ആരാണ് കൊണ്ടുവന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. നബിയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു കാലഗണനയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലും ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹു തീയതി നിശ്ചയിക്കുന്നതിന് വേണ്ടി ഒരു കാലഗണന ആവശ്യമാണ്. എല്ലാത്തിനും ഡേറ്റ് ഇട്ട് കൊടുക്കണമല്ലോ. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വിതരണത്തിലും മറ്റും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള കത്തിടപാടുകളിലൊക്കെ അത്യാവശ്യമാണ് ഡേറ്റ് ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ അവരൊരു കൂടിയാലോചന സമിതി ചേരുകയും അതിന് കാലം നിർണയിക്കണം, ഏത് മുതലാണ് എന്നുള്ള ചർച്ച വരികയും 4 അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ഒന്ന്, നബിയുടെ ജനനമാകാം. മറ്റൊന്ന്, നബിയുടെ വിയോഗമാകാം. വേറൊന്ന്, നബിയുടെ നിയോഗമാവാം. മറ്റൊന്ന്, നബിയുടെ പലായനമാകാം, ഹിജറ. ഇതിൽ 3 അഭിപ്രായങ്ങളും ചർച്ചകൾക്ക് ശേഷം തള്ളപ്പെടുകയാണ്. നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കൊല്ലവർഷം ആരംഭിക്കേണ്ടതില്ല. കാരണം അതിൻ്റെ വർഷത്തിൻ്റെ തീയതിയുടെ അല്ലെങ്കിലൊക്കെ കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വഹയുമായി ബന്ധപ്പെട്ടിട്ടും വേണ്ട എന്നുള്ളതാണ് അവർ തീരുമാനിച്ചത്. പിന്നെ നബിയുടെ വിയോഗവും വേണ്ട. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ദുഃഖവും പ്രയാസമൊക്കെ ഉണ്ടാക്കും. വളരെ പ്രധാനമായും നമുക്ക് നബിയുടെ ഹിജറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലവർഷം അല്ലെങ്കിൽ നമ്മുടെ കൊല്ലവർഷം ആരംഭിക്കാമെന്നുള്ളത് അവർ തീരുമാനിക്കുകയാണ്. ഹിജറ അത്രയും പ്രധാനപ്പെട്ടതായത് കൊണ്ട് തന്നെയാണത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം എല്ലാവരും സ്വീകരിക്കുകയായിരുന്നു, അംഗീകരിക്കുകയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജറ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഹിജറ എന്ന് പറഞ്ഞാൽ പലായനം എന്ന് പറയാൻ നമുക്കറിയാം. ഹിജറ എല്ലാം വെടിഞ്ഞ് ഉപേക്ഷിച്ച് പോവുക എന്നുള്ളതാണ്. നബിയുടെ ഹിജറയെ സംബന്ധിച്ച് മദ്രസ പാഠപുസ്തകങ്ങളിൽ മുതൽ പഠിച്ച് മനസ്സിലാക്കിയവരാണ് നമ്മളെല്ലാവരും. എല്ലാം വെടിഞ്ഞുകൊണ്ട് നാടും വീടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കത്ത് നിന്ന് മദീനത്തേക്കുള്ള പലായനത്തിനാണ് ഹിജറ എന്ന് പറയാം. അതൊരു ഒളിച്ചോട്ടമായിരുന്നോ? അതാണ് വിശകലനം ചെയ്യേണ്ടത്. അത് ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട്, ആ പ്രയാസങ്ങൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനി ഒരു സുഖവാസ കേന്ദ്രം തേടിക്കൊണ്ട് ഒരു സുരക്ഷിതമായ ഇടത്തേക്ക് പോവലായിരുന്നോ? അതൊരു പേടിച്ചോട്ടമായിരുന്നോ? അങ്ങനെ ചിലർ പ്രവാചകനെ ആക്ഷേപിക്കാറുമുണ്ട്. എന്നാൽ ചരിത്രം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല. നേരെ മറിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ദൗത്യം പൂർത്തീകരിക്കുവാനുണ്ട്. അത് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യമാണ്. ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, അഥവാ ഇസ്ലാമിനെ സമ്പൂർണ്ണമായിട്ട് അവതരിപ്പിക്കണം. ഇസ്ലാം കുറച്ച് നിസ്കാരങ്ങളും നോമ്പും മറ്റും പഠിപ്പിക്കുവാനുള്ള, ആരാധനാ കർമ്മങ്ങൾ പഠിപ്പിക്കുവാനുള്ള ഒരു ജീവിത പദ്ധതിയല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രമല്ല. നേരെ മറിച്ച് സമഗ്രവും സമ്പൂർണവുമായ
ജീവിതത്തിൻ്റെ സകല തുറകളും നികല മേഖലകളും പരാമർശിക്കുന്ന വൈയക്തികവും കൗടുംബികവും സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള നിയമങ്ങൾ, ചട്ടക്കൂടുകൾ ഇസ്ലാമിനുണ്ട്. അവ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രയോഗവൽക്കരിക്കണമെങ്കിൽ മക്കത്തതിന് സാധ്യമല്ല എന്നുള്ളതും മക്കയുടെ അന്തരീക്ഷം അതിന് ഉപയോഗപ്രദമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കുകയും പൂർണ്ണമായും സുരക്ഷിതത്വമുള്ള, പൂർണ്ണമായും പരമാധികാരമുള്ള ഒരു രാഷ്ട്രം അതിന് അനിവാര്യമാണ്. അതിന് ഹിജറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പും ഹിജറകൾ നടന്നിട്ടുണ്ട്. നബിയുടെ തന്നെ ഹിജറ ത്വായിഫിലേക്ക് നടന്നിട്ടുണ്ട്. അവിടെ നിന്ന് വളരെ കൈപ്പേറിയ തിക്താനുഭവങ്ങളാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ മദീനത്തേക്കുള്ള ഹിജറ അത് വളരെ കൃത്യമായും വളരെ ആസൂത്രിതമായും വളരെ സൂക്ഷ്മമായും വളരെ വ്യക്തമായ ഒരു കരാറിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു. വ്യക്തമായ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആ കരാർ എന്താ? ആ കരാർ ഞാൻ അങ്ങോട്ടൊരു അഭയാർത്ഥിയായിട്ട് വരികയല്ല, എൻ്റെ കൂടെയുള്ളവരും ഒരു അഭയാർത്ഥിയായി രണ്ടാം കിട പൗരന്മാരായിട്ട് വരികയല്ല, ഞാൻ അവിടുത്തെ പൂർണ്ണമായ അധികാരിയായിരിക്കും, എന്നെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ പൂർണ്ണമായ ബാധ്യതയാണ്. ഇത് സർവാത്മന ഉൾക്കൊണ്ടവരാണ് യഥിരീബിലെ ആളുകൾ. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് അവിടുത്തെ പ്രമുഖർ ഒരു കരാറുണ്ടാക്കുമ്പോൾ ആ കരാറിൽ അവർ പറയുന്നത്, ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവൻ കൊടുത്തും ഞങ്ങളുടെ സമ്പത്ത് കൊടുത്തും താങ്കളുടെ പ്രത്യയശാസ്ത്രത്തെയും ആദർശത്തെയും ഞങ്ങൾ സംരക്ഷിക്കുന്നതാണ് എന്നുള്ള കരാറിൽ ഒപ്പിട്ടതിന് ശേഷമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിജയീഷുവിനെ പോലെ മദീനത്തേക്ക് ചെല്ലുന്നത്. ആ മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണനായ ഒരു ഭരണാധികാരിയായിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. പൂർണ്ണമായ അർത്ഥത്തിൽ പരമാധികാരമുള്ള, തൻ്റെ ആജ്ഞകൾ പൂർണ്ണമായും നിറവേറ്റാൻ സന്നദ്ധരാണ് എന്നുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു ക്ഷേമ രാഷ്ട്രമാണ് സ്ഥാപിക്കുന്നത്, വെൽഫെയർ സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ ചെന്ന ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുറ്റുഭാഗത്തുമുള്ള ക്രൈസ്തവ ജൂത ഗോത്രങ്ങളുമായിട്ടൊക്കെ കരാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് തൻ്റെ രാഷ്ട്രത്തിൽ, തൻ്റെ പരമാധികാര രാഷ്ട്രത്തിൽ, ഇസ്ലാമിന് മേൽക്കോയ്മയുള്ള രാഷ്ട്രത്തിൽ പൂർണ്ണമായ മതസ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അവിടെ ഈ രാഷ്ട്രത്തിന്റെ പരമാധികാരം നിങ്ങൾ സംരക്ഷിക്കണമെന്നും സൂക്ഷിക്കണമെന്നും ഈ രാജ്യത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും സുരക്ഷിതത്വത്തിനും കോട്ടം വരുത്തുന്ന പ്രവർത്തനങ്ങളിലോ മറ്റോ ഏർപ്പെടാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിർദ്ദേശം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഹിജറ ഒളിച്ചോട്ടമല്ല, പേടിച്ചോട്ടമല്ല, ഒരു സുഖവാസ കേന്ദ്രത്തിലേക്കുള്ള മാറ്റവുമല്ല, നേരെമറിച്ച് സമ്പൂർണവും സമഗ്രവുമായ ഇസ്ലാമിനെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ എല്ലാ മേഖലകളും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും പ്രയോഗവൽക്കരിക്കുവാനുമുള്ള ചരിത്രത്തിന്റെ ഒരു ദശാസന്ധിയിലുണ്ടായ ജൈത്രയാത്രയായിട്ടാണ്, വിജയയാത്രയായിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല, മക്കക്കാരും പ്രവാചകന്റെ ശത്രുക്കളും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിരുന്നത്. കാരണം എന്താ? നബി ഹിജറ പോവുകയാണ്, നാട് വിട്ട് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കക്കാർ വിചാരിക്കേണ്ടത് ആ ശല്യം അങ്ങോട്ട് ഒഴിവായി കിട്ടി പോയിക്കോട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്. നബിയുടെ ഹിജറയെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. നബിയും സഹാബത്തും പോകുന്ന സമയത്ത് അതിനെ ഉൾക്കൊള്ളുവാനോ അതിനെ പ്രോത്സാഹിപ്പിക്കുവാനോ ഒരു സന്നദ്ധമായില്ലല്ലോ. പരമാവധി ഹിജറ പോകുന്നവരെ തടയാനാണ് അവർ ശ്രമിച്ചത്. അധികം ആളുകളും ഹിജറ പോയത് സ്വകാര്യമായിട്ടാണ്. സഹാബാക്കളിൽ പരസ്യമായി ഹിജറ പോയത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു മാത്രമാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വൈയക്തികമായ തന്റെ ഇടവും ധൈര്യവുമാണ്. അദ്ദേഹം ഹിജറ പോകുന്നതിന് മുമ്പ് കഅബയെ തവാഫ് ചെയ്തുകൊണ്ട് വെല്ലുവിളിക്കാണ് ഖുറൈശികളെ. ആർക്കെങ്കിലും മക്കളെ അനാഥകളാക്കണം എന്ന വിചാരമുണ്ട് എങ്കിൽ, ആർക്കെങ്കിലും നിങ്ങളെ മക്കളെ യതീമുകളാക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാര്യമാരെ വിധവകളാക്കണമെന്നുണ്ടെങ്കിൽ വരൂ എൻ്റെ അടുക്കലേക്ക്, ഞാൻ പലായനം നടത്താൻ പോവുകയാണ്, ഞാൻ ഹിജറ ചെയ്യാൻ പോവുകയാണ്, എന്നെ തടയാൻ പറ്റുന്ന ആൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കാം. അതിന്റെ അർത്ഥം എന്താ? ഹിജറ പോകുന്നവരെ ഇവർ തടയുകയായിരുന്നു. അതെന്തിനാ തടയുന്നത്? രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കല്ലേ വേണ്ടത്? ഈ ഉപദ്രവവും ശല്യമൊക്കെ ഒഴിവായി എന്നല്ലേ വിചാരിക്കേണ്ടത്? അങ്ങനെ വിചാരിക്കുന്നില്ല അവര്. നേരെ മറിച്ച് അവരെ പോക്ക് തടയണം. എന്തിനാ തടയണത്? സ്നേഹം കൊണ്ടാണോ? ഇഷ്ടം കൊണ്ടാണോ? അല്ല, ഇവരുടെ പോക്ക് അപ്രതിരോധ്യമായ ഒരു തിരിച്ചുവരവിന്റെ ഭീഷണിയെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്.
കാരണം ഇവരുടെ പോക്ക് പേടിച്ചുള്ള പോക്കല്ല, ഇവർ സുഖവാസ കേന്ദ്രം തേടിയിട്ടുള്ള പോക്കല്ല. നേരെ മറിച്ച് മറ്റെവിടെയോ പോയിട്ട് അവിടുന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് ഞങ്ങളെ തിരിച്ചടിക്കുവാനും ഞങ്ങളുടെ നാട് തിരിച്ചു പിടിക്കുവാനുമുള്ള കരുത്തോടുകൂടി തിരിച്ചു വരും എന്നുള്ളത് ഖുറൈശികൾ വരെ മനസ്സിലാക്കിയിരുന്നു. അത് വൈബിയായ ഒരു എൽമ മാത്രമായിരുന്നില്ല, അത് പ്രവാചകന് നൽകിയ ഒരു വഹയി മാത്രമായിരുന്നില്ല. നേരെ മറിച്ച് ഖുറൈശി രാഷ്ട്രീയ നിരീക്ഷകന്മാർ വിലയിരുത്തിയത് അങ്ങനെയാണ്. ഇവർ പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം അപ്രതിരോധ്യമായ ഒരു തിരിച്ചുവരവ് ഇവരിൽ നിന്നുണ്ടാകും, അതുകൊണ്ട് ഇവരെ പോവാൻ അനുവദിക്കരുത്. പോകുന്നതിന്റെ മുമ്പ് തന്നെ മുഹമ്മദിനെ വധിച്ചു കളയണം, അവസാനിപ്പിച്ചു കളയണം. അതിനവര് ഗോത്രങ്ങളുടെ പ്രതിനിധികളെ മുഴുവനും കൂട്ടിയിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞതും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതകരമായി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകരുന്ന സമയത്ത് യാസീനുൽ ഖുർആനിൽ ഹകീം എന്ന് പറയുന്ന യാസീൻ സൂറത്ത് ഓതുകയും ജനങ്ങൾക്കിടയിലൂടെ വാൾ ഓങ്ങി നിൽക്കുന്ന യുവാക്കൾക്കിടയിലൂടെ തന്നെ ശിരച്ഛേദം നടത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ശത്രുവിന്റെ മധ്യത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിപ്പോന്നു എന്നും പകരം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ കിടത്തി എന്നുള്ളതും ചരിത്രമാണ്. അപ്പോൾ ഖുറൈശികൾ മനസ്സിലാക്കിയിരുന്നു ഹിജറ ശാക്തീകരണമാണ് എന്നുള്ളത്. ഹിജറ ദൗർബല്യത്തിൻ്റെതല്ല, ഒളിച്ചോട്ടമല്ല, അത് ശാക്തീകരണത്തിന്റെ മുന്നേറ്റത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഇത് ഇസ്ലാമികമായ ദൗത്യത്തിന്റെ ശക്തിപ്പെടലിനും അതിന്റെ ഉയർച്ചക്കും വളർച്ചക്കും അനിവാര്യമാണ്. ഇസ്ലാമിന്റെ സമ്പൂർണതക്കും ശാക്തീകരണത്തിനും അതിനൊരു വെൽഫെയർ സ്റ്റേറ്റ് ആവശ്യമാണ്. പരമാധികാരമുള്ള ഒരു രാഷ്ട്രത്തിലൂടെയല്ലാതെ ഇസ്ലാമിനെ സമഗ്രമായും സമ്പൂർണമായും വളർത്തിയെടുക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. പൂർണ്ണമായ അധികാരമില്ലെങ്കിൽ ഇസ്ലാം അപൂർണമാണ്. പൂർണ്ണമായ അധികാരത്തിലൂടെ മാത്രമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ നിയമങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കുക. ഇത് നമ്മൾ പല നിയമങ്ങളും നമ്മുടെ നാട്ടിൽ അംഗീകരിച്ചു പോകുന്നത് നിർബന്ധിതമായ അവസ്ഥയിലാണ്. പലതും പൈശാചികമായ നിയമങ്ങളാണ്, ഇസ്ലാമിക വിരുദ്ധമായ നിയമങ്ങളാണ്. അത് നിർബന്ധിതമായ അവസ്ഥയിൽ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നവർ എന്ന നിലയിൽ അത് അംഗീകരിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായ ഇസ്ലാമിനെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു അവതരിപ്പിക്കേണ്ടത്. അതിന്റെ പൂർണ്ണത സാധ്യമായില്ല എങ്കിൽ ഇസ്ലാം അപൂർണമാകുന്നതാണ്. അപ്പോൾ സമ്പൂർണമായ ഇസ്ലാമിക പ്രയോഗവൽക്കരണത്തിന് അനുയോജ്യമായ ഒരു പ്രദേശം അനിവാര്യമാണ്. അതാണ് യസ്രിബ്, അതാണ് മദീന. മദീന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് കാലുകുത്തിയത് മുതലാണ് മദീന എന്നുള്ള പേര് വരുന്നത്. അതുവരെ പേര് യസ്രിബ് എന്നാണ്. മദീനയാകുന്നത് പ്രവാചകന്റെ വരവോടുകൂടിയാണ്. മദീനത്തുൻ നബി എന്നാണ് അറിയപ്പെടുന്നത്. മദീനത്തുൻ നബി. മദീനയുടെ പ്രത്യേകത എന്താണ്? പ്രവാചകൻ വന്നു എന്നുള്ളതാണ്. മക്കയുടെ പ്രത്യേകത എന്താണ്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു എന്നതിനപ്പുറം കഅബയുണ്ട് അവിടെ. നേരത്തെ തന്നെ അതിന് പ്രശസ്തിയുണ്ട്. മക്കക്ക് അവിടെ നേരത്തെ തന്നെ ആളുകൾ ഹജ്ജിന് വേണ്ടി വന്നിരുന്നു. അതൊരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു. അത് നേരത്തെ ഉള്ള പ്രവാചകന്മാരും അവിടെ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എല്ലാം സങ്കേതമായിരുന്നു. യത്രിബിന് ചരിത്രപരമായ മതപരമായ അങ്ങനെ ഒരു പ്രാധാന്യവും ഇല്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതോടുകൂടി യത്രിബിന്റെ മുഖം മാറുന്നു, യത്രിബിന്റെ പേര് മാറുന്നു. യത്രിബിന്റെ പേര് പിന്നെ മദീന എന്നാകുന്നു. മദീനത്തുൻ നബി. അവിടെ ഒരു മസ്ജിദ് സ്ഥാപിച്ചു. ആ മസ്ജിദിന്റെ പേര് മസ്ജിദുൻ നബവി എന്നാണ്. അതും നബിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണ്. അപ്പൊ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം മസ്ജിദുൻ നബവിക്കുണ്ട്, മദീനക്കുണ്ട്. എന്നാൽ ആ മദീനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 53 കൊല്ലം ജീവിച്ച പിറന്ന നാടിനേക്കാൾ കൂടുതൽ തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന്റെ തലസ്ഥാനമായി തെരഞ്ഞെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയെയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. മക്ക ഫതഹുണ്ടാകുന്നുണ്ട്, മക്ക കീഴടക്കുന്നുണ്ട്. പക്ഷേ മക്കയെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലസ്ഥാനമാക്കുന്നില്ല. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരവാസമാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരവാസത്തിനും തന്റെ വഫാത്തിനും തിരഞ്ഞെടുക്കുന്നത് മദീനയെയാണ്. അപ്പൊ മദീന ഭരണസിരാ കേന്ദ്രമാണ്, അതിന് പറ്റിയ കേന്ദ്രമാണ്. ഇനി മക്കയിലേക്ക് എനിക്ക് തിരിച്ചു പോക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹിജറ വളരെ പ്രധാനമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനമായ ഒരു മുന്നേറ്റമാണ് ഹിജറ എന്ന് പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹിജറയുടെ പോക്കിലാണ് അത്ഭുതകരമായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. അത്ഭുതകരം എന്ന് പറഞ്ഞാൽ മനുഷ്യ ധിഷണക്ക് ആവശ്യമായിട്ടുള്ള
എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയതിനു ശേഷം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് പ്രവാചകൻ പോകുമ്പോഴല്ലേ തൗർ ഗുഹയിലിരുന്നത്. അവിടെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കാൻ വേണ്ടി ശത്രുക്കൾ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നത്. പ്രവാചകൻ പോയാൽ അപകടമാണ് എന്നുള്ളത് കൊണ്ടല്ലേ 100 ഒട്ടകം വാഗ്ദാനം ചെയ്യപ്പെട്ടത്. അവര് പ്രവാചകനെ പിടികൂടാൻ ദൃഢനിശ്ചയം ചെയ്ത് വന്നതല്ലേ. അള്ളാഹു അല്ലേ അവിടെ സംരക്ഷിച്ചത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടിച്ചു വരച്ചു പറയുന്നില്ലേ, ഇതാ ശത്രുവിന്റെ സാന്നിധ്യം, കാൽപ്പാടുകൾ നമ്മളുടെ തൊട്ടുമുന്നിൽ, തൊട്ടുമുകളിൽ. അവരെങ്ങാനും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവൻ ബാക്കിയുണ്ടാവൂല എന്ന് പറയുന്നില്ലേ. അത് സ്വന്തം ജീവനിലുള്ള ഭയം കൊണ്ടല്ലല്ലോ, അള്ളാഹുവിന്റെ തിരുദൂതർ അസ്തമിക്കുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ടല്ലേ. ആ സമയത്തല്ല അള്ളാഹിന്റെ റസൂല് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തവക്കുൽ ചെയ്തുകൊണ്ട് പറയുന്നത്, അബൂബക്കറെ, 2 ആളുകൾ മാത്രമല്ല, 3ാമതായിട്ട് പടച്ച തമ്പുരാൻ കൂടെയുള്ള ആളെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് അബൂബക്കറെ? തൊടൂല നമ്മളാവർ. അതൊരു ആത്മവിശ്വാസമാണ്, അത് അള്ളാഹുവിനുള്ള തവക്കുലാണ്. പ്രിയമുള്ളവരെ, ആ യാത്രയിലല്ലേ അള്ളാഹുവിന്റെ റസൂലിനെ പിടികൂടാൻ വേണ്ടി സുറാഖ പിന്നാലെ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ അറിയാലോ ഈ പോക്ക് ഒരു ശാക്തീകരണത്തിനുള്ള പോക്കാണ് എന്ന്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിക്കാൻ വരുന്ന സുറാഖക്ക് പിടിക്കാൻ കഴിയുന്നില്ല. സുറാഖയുടെ ഒട്ടകം കാലിടറി വീണു പോവുകയാണ് അവിടെ. അപ്പോഴേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖയോട് പറയുന്നുണ്ട്, സുറാഖ, കിസ്റയുടെ വളകൾ നിന്റെ കയ്യിൽ അണിയപ്പെടുന്ന ഒരു ദിവസം വരുമെന്ന്, കിസ്റയുടെ കിരീടം നിന്റെ തലയിൽ അണിയപ്പെടുന്ന ഒരു ദിവസം വരുമെന്ന്. എന്തൊരു ദീർഘദർശനമാണ്, എന്തൊരു ആത്മവിശ്വാസമാണ്. പേടിച്ചോട്ടമാണ് എങ്കിൽ, സുഖവാസ കേന്ദ്രം തേടി പോവുകയാണ് എങ്കിൽ, ഒളിച്ചോട്ടമാണ് എങ്കിൽ, ഭീരുത്വത്തിന്റെ പലായനമാണ് എങ്കിൽ, എങ്ങനെ പ്രവാചക തിരുമേനിക്ക് അങ്ങനെ പറയാൻ കഴിയും? മക്കത്തും മദീനത്തും മാത്രമല്ല ഈ ദീന് സമ്പൂർണ്ണമാകാൻ പോകുന്നത്. ഈ ദീന് പടർന്നു പന്തലിച്ച് പേർഷ്യയും റോമും കീഴടക്കുമെന്നും, സുറാഖ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈ ദീന് സമ്പൂർണ്ണമാകുമെന്നും, അങ്ങനത്തെ ലോകത്തെ ശാക്തിക ചേരിയായ കിസ്ര, ആ കിസ്രയുടെ അധികാര കേന്ദ്രങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ ധവളിമ പതാക പാറിപ്പറക്കുമെന്നും, അവിടുത്തെ കിരീടങ്ങളും അവിടുത്തെ വളയും അവരുടെ രാജാധികാരത്തെ നിഷ്കാസനം ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ഭരണാധികാരികളുടെ കയ്യിൽ വരുമെന്നും, അന്ന് ചരിത്രത്തിൽ ഒന്നുമല്ലാത്ത, ആരുമല്ലാത്ത സുറാഖ, നിന്റെ കയ്യിൽ ആ വളകൾ അണിയിക്കപ്പെടുമെന്നും കിരീടം ശിരസിൽ നീ വഹിക്കപ്പെടുമെന്നും പറയണമെങ്കിൽ പ്രവാചകന്റെ ദീർഘദർശനം എത്ര വലുതാണ്. അള്ളാഹുവിന്റെ റസൂൽ ദീനിന്റെ സമ്പൂർണ്ണത അവിടെ വെച്ചുകൊണ്ടുകൊണ്ട് തന്നെ ഒരു ദർപ്പണത്തിൽ എന്ന പോലെ കണ്ടിരുന്നില്ലേ. ഈ ഇസ്ലാമിന്റെ പരമാധികാരവും സമഗ്രതയും സമ്പൂർണ്ണതയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി വായിച്ചെടുത്തിരുന്നില്ലേ, വഹിയിലൂടെ ലഭിച്ചിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ ഹിജറ ശാക്തീകരണത്തിന്റെ മുന്നേറ്റമാണ്. ഹിജറ പേടിച്ചോട്ടമല്ല, ഹിജറ ശക്തമായ മുന്നേറ്റത്തിന്റെ അടയാളപ്പെടുത്തലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഹിജറയെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് സ്വഹാബാക്കൾ ഹിജറ എന്ന മഹാസംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ഹിജറ വർഷം ആരംഭിക്കാം എന്നവർ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് 1447 കൊല്ലമായി ആ ഹിജറ നടന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർമ്മിക്കണം. വെടിയലാണ് വിജയത്തിന്റെ അടിസ്ഥാനം. വെടിയണം, ത്യാഗം ചെയ്യണം, എല്ലാം വെടിയണം. സ്വന്തക്കാരെ വെടിയേണ്ടി വരും, കുടുംബത്തെ വെടിയേണ്ടി വരും, സമ്പത്ത് വെടിയേണ്ടി വരും, സ്വന്തം നാട് വെടിയേണ്ടി വരും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അങ്ങനെ വെടിഞ്ഞു പോയവരാണ്. ആ ഉപേക്ഷിക്കലിലൂടെയും വെടിയലൂടെയുമാണ് പിന്നീട് വളർച്ചയുണ്ടാവുക. ഏതൊരു മനുഷ്യനും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു പക്ഷേ പലായനം ഉണ്ടാവില്ല, ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്കുള്ള ഭൂമിശാസ്ത്രപരമായ പലായനം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ സ്വന്തത്തിന്റെ താല്പര്യങ്ങളെ പലതും വെടിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെയും ശാക്തീകരണം സാധ്യമാവുകയുള്ളൂ, നമ്മുടെയും വളർച്ച സാധ്യമാവുകയുള്ളൂ, നമുക്ക് ഇസ്സത്ത് ഉണ്ടാവുള്ളൂ, നമുക്ക് ദീനിനെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ദീനിനെ സമ്പൂർണ്ണമായി ഈ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. എന്തു ചെയ്യണം? നമ്മൾ ഹിജറ ചെയ്യണം. എന്തിനോടുള്ള ഹിജറ? ഇച്ഛകളോടുള്ള ഹിജറ, ദേഹേച്ഛയോടുള്ള ഹിജറ, മോഹങ്ങളോടുള്ള ഹിജറ. മോഹങ്ങളോട് ഹിജറ എന്ന് പറഞ്ഞാൽ ത്യാഗമാണല്ലോ. ത്യാഗം ചെയ്യുമ്പം ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസം ഉണ്ടാകും, മാനസികമായ പ്രയാസം ഉണ്ടാകും, ശാരീരികമായ പ്രയാസം ഉണ്ടാകും. ആ മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളിൽ നിന്ന് വരും തലമുറക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകാൻ കഴിയും, ആഖിറത്തിൽ ഉന്നതമായ പ്രതിഫലം. അതുകൊണ്ടാണ് സൂറത്ത് ആൽ ഇംറാൻ 195 പറയുന്നത്, فالذين هاجروا وأخرجوا من ديارهم
വഊദൂ ഫീ സബീലി വഖാതലൂ വഖുതിലൂ. തീർച്ചയായും ഫല്ലദീന ഹാജറൂ വഉഖ്രിജൂ മിൻ ദിയാരിഹിം, സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അള്ളാന്റെ മാർഗത്തിൽ ഹിജ്റ പോവുകയും ചെയ്തവർ, വഊദൂ ഫീ സബീലി, എന്റെ മാർഗത്തിൽ മർദ്ദിക്കപ്പെട്ടവർ, ഉപദ്രവിക്കപ്പെട്ടവർ, ബുദ്ധിമുട്ടിക്കപ്പെട്ടവർ, വഖാതലൂ, റബ്ബിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തവരും, വഖുതിലൂ, ആ മാർഗത്തിൽ വധിക്കപ്പെട്ടുകൊണ്ട് രക്തസാക്ഷികളാവുകയും ചെയ്തവർ, ലഉകഫിറന്ന അൻഹും സയ്യാതിഹിം, അവരുടെ പാപങ്ങൾ മുഴുവനും നാം മായ്ച്ചു കളയുന്നതാണ്, വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിന്റെ പൂന്തോപ്പുകളിൽ നാം അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. സബാബൻ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ സവാബ്, ഏറ്റവും നന്നായിട്ട് പ്രതിഫലം നൽകുന്നവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അതുകൊണ്ട് ഹിജ്റ ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയമാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യാൻ പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.